കണ്ണൂർ വയലപ്രയിൽ കുഞ്ഞുമായി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനുമെതിരെ കടുത്ത ആരോപണം. മകനൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ജീവനൊടുക്കുന്നത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് ഇറക്കി വിട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട്. കണ്ണൂർ വയലപ്രയിൽ നിന്ന് റീമയുടെ കുടുംബത്തോടൊപ്പം അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ്. പറയൂ അരുൺ. SKN കഴിഞ്ഞ ദിവസമാണ് വയലപ്ര സ്വദേശിയായിട്ടുള്ള റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ ഇത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന്, മാനസികമായ പീഡനത്തെ തുടർന്നാണ് റീമ ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം റീമയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു. അത് സാധൂകരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവാഹത്തിന് ശേഷം നിരന്തരമായ മാനസിക പീഡനം ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അങ്ങനെ ഈ ഭർത്താവിൻ്റെ മാതാവ് പറയുന്നത് കേട്ട് തന്നെ ഭർത്താവ് വീട്ടിൽ നിന്ന് കുട്ടിയുമായി ഇറക്കി വിട്ടു. അതിനുശേഷം ഈ ഭർത്താവായിട്ടുള്ള കമൽരാജ് ഗൾഫിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ കുട്ടിയെ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി. അങ്ങനെ മകനുമായി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആത്മഹത്യ കുറിപ്പിൽ എന്തായാലും ഉള്ളത്. ഇപ്പോൾ റീമയുടെ പിതാവ് മോഹനൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം ആത്മഹത്യ കുറിപ്പിലെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള മാനസിക പീഡനം മകൾ നേരിട്ടു എന്നതാണ് അതിൽ പറയുന്നത്. അതെ, അത് സത്യമാണ്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവൾ എന്ന് വെച്ചാൽ ഒരു അടിമയെ പോലെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ വാക്കിനൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അവൻ അമ്മ എന്താ പറയുന്നത് അത് തന്നെ അവൻ്റെ വലിയത്. അപ്പോൾ എൻ്റെ മോൾ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് എൻ്റെ അപേക്ഷയിൽ. ഇത് ഈ ആത്മഹത്യക്കുറിപ്പ് നേരത്തെ തന്നെ പോലീസിന് കൈമാറിയതല്ലേ? പോലീസ് ഇവിടുന്ന് ഇത് അവരെല്ലാം എഴുതിയെടുത്തിട്ട് പോയതല്ലാതെ അതിന് ശേഷം നമുക്കൊരു വിവരം കിട്ടിയിരുന്നില്ല. അവർക്ക് ഫസ്റ്റ് തന്നെ ലെറ്റർ കൊടുത്തിരുന്നു. എന്നിട്ടും അവർ അതിൻ്റെ ആക്ഷൻ എടുത്തോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. നിലവിൽ ഈ ആത്മഹത്യ പ്രേരണ, ഗാർഹിക പീഡനമൊന്നും പോലീസ് ആ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണത്? ആത്മഹത്യക്കുറിപ്പും നിങ്ങൾ മൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും, നിങ്ങളുടെ പരാതി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസ് ആ നടപടി സ്വീകരിക്കാത്തത്? അതിനെപ്പറ്റി ഞാനും ഇന്നും കൂടി ഇത് ചടങ്ങുണ്ട്. അതിനുശേഷം അതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് വെച്ച് നിൽക്കുമായിരുന്നു. കാരണം അതിന് മുന്നേ ഒന്നും നമുക്കതിനെ പോലീസുകാർ എല്ലാം എഴുതിയെടുത്ത് പോയത് മാത്രമേ അറിയൂ. പിന്നെ ഞാനൊരു വക്കീലിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവരുടെ പ്രൊസീജിയർ അവർ അതിൻ്റെ ഇതുപോലെ നടത്തുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. നമുക്ക് ഈ റൂൾസുമായിട്ട് കൂടുതൽ അറിയാത്തൊരു വ്യക്തിയാണ്. അതെ, അന്ന് അവള് പിന്നെ ഒരു PSC ടെസ്റ്റ് എഴുതാനും പോയിരുന്നു. അന്ന് രാവിലെ ഇവിടെ അങ്കൻവാടിയിൽ കുട്ടിയുടെ എന്തോ ഒരു ഇത് സൈൻ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഹനുമാരമ്പലത്തിൽ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് PSC ടെസ്റ്റ് എഴുതാൻ ഇരുവരം ബോയ്സിൽ പോയി. അത് വന്നതിന് ശേഷമാണ് സംഭവങ്ങൾ എന്തെല്ലോ ഒരു ഫോണിലെ കൂടെ ഉണ്ടാവുക. അതിൻ്റെ ആ ടെസ്റ്റിൻ്റെ പേപ്പറിൻ്റെ ബാക്കിലാണ് അവൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടുള്ളത്. മകനെ കൂടി തിരികെ വേണം എന്ന് പറഞ്ഞതോടെയാണ് അത് അവളുടെ മൈൻഡ് മൊത്തം മാറിയിരിക്കുന്നതാണ്. അവൾ കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അവൻ കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. ഇതിന് മുമ്പ് നിങ്ങൾ പരാതി നൽകിയിരുന്നില്ല? അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നു? അതിനെപ്പറ്റിയിട്ടുള്ള നടപടി ഗാർഹിക പീഡനത്തിന് അവിടെ കൊടുത്തതേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അവരെ നമ്മളെ വിളിപ്പിച്ചിട്ടോ കാര്യമൊന്നുമില്ല പോലീസ് സ്റ്റേഷൻ. ഒന്നും ഉണ്ടല്ലോ. അതെ. പക്ഷെ അവളങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ പിന്നെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് അവൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ നീ ഇങ്ങ് പോ, നമുക്ക് അവന് വേണ്ടെങ്കിൽ നീ ഡൈവോഴ്സ് ചെയ്യും, എന്തെങ്കിലും ഒരു ഫൈനൽ തീരുമാനം പറ. അത് അവൾ പറയുന്നില്ല. അവന് മനസ്സിൽ ഇഷ്ടമാണെന്താനും. പക്ഷെ അവളത് തുറന്ന് സഹിച്ചു നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടിയായി പോയില്ലേ, കുട്ടിക്ക് വേണ്ടിയിട്ട് സഹിക്കുമായിരുന്നു. എന്നാലെങ്കിലും പിന്നെ കുട്ടി ആയതിനു ശേഷമെങ്കിലും ഈ അമ്മയും മോൻ്റെ ഒരു മൈൻഡ് മാറിയിട്ടുണ്ടെങ്കിലോ എന്നുള്ള ഒരു ചിന്താഗതി അവൾക്കുണ്ടായിരുന്നു.
മാനസിക പീഡനമല്ല, ശാരീരികമായ പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് മകൾ പറഞ്ഞു. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ശാരീരികമായിട്ടുള്ള പീഡനം പറഞ്ഞിട്ടില്ല. കാരണം മാനസികമായിട്ടുള്ള പീഡനം തന്നെയാണ് ഏറ്റവും വലുത്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞില്ലേ? 11 വർഷത്തോളമായി. ആ ഘട്ടം മുതൽ ഈ പീഡനം ഉണ്ടായിരുന്നു. ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ആദ്യമെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ഈ കുട്ടി ഇപ്പം ജനിച്ചതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നങ്ങൾ കുട്ടി വന്നത്. ആദ്യം ഉണ്ട് പ്രശ്നങ്ങൾ. ആ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടും അങ്ങനെ പറയൽ ഇങ്ങനെ പറയൽ പല പ്രാവശ്യം പല പ്രശ്നങ്ങളും ആയിട്ടുണ്ട്. എന്നാലും അവൾ സഹിച്ചു നിന്നു. എന്തായാലും SKN അതാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള പീഡനം നേരിട്ടിട്ടുണ്ട്. പോലീസ് അതിന് കൃത്യമായ നടപടി. നിലവിൽ പോലീസ് ആത്മഹത്യാ പ്രേരണയോ ഗാർഹിക പീഡന വകുപ്പുകളോ ഈ കേസിൽ ചുമത്തിയിട്ടില്ല. അതുൾപ്പെടെ ചുമത്തി പരമാവധി ശിക്ഷ ഈ ഭർത്താവിൻ്റെ കുടുംബത്തിന്, ഭർത്താവിൻ്റെ മാതാവിനും ഭർത്താവിനും നൽകണം എന്നതാണ് ഈ റീമയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിൽ അവർ ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ പ്രതികരണം, ഈ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നതാണ് അവർ അറിയിച്ചത്. നിലവിൽ ഒളിവിലാണെന്ന വിവരമാണ് പോലീസും നൽകുന്നത്.